മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കുറച്ച് ടേംസ് ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇനി ആ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ നമ്മൾ എന്തൊക്കെ പേരിലാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ അക്വിസിഷൻ നടന്നതിന് ശേഷം അവർ പാരന്റ് കമ്പനിയും സബ്സിഡറി കമ്പനി ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ അക്വിസിഷന് മുൻപ് ആ കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നോ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ആർക്ക് കൊടുക്കണം? പാരന്റ് കമ്പനിക്കും കൊടുക്കണം, സബ്സിഡി. അപ്പൊ ആ പാരന്റ് കമ്പനിക്ക് കൊടുത്ത ആ ഷെയറിനെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്നുള്ള പേരിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. നമ്മളിപ്പോൾ ഈ കണക്കാക്കിയ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ പാരന്റ് കമ്പനിയുടെ ഷെയർ ആണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. ബാക്കിയുള്ള ഷെയർ, അതായത് മൈനോറിറ്റിയുടെ ഷെയറിനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീനെ വേറൊരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ പാരന്റ് കമ്പനി ഏറ്റെടുത്തു, അല്ലെങ്കിൽ പാരന്റ് കമ്പനി അക്വയർ ചെയ്തു. ആ അക്വയർ ചെയ്ത ആ കമ്പനീനെ പാരന്റ് കമ്പനി എന്ന് പറയും. ബാക്കിയുള്ള ഷെയർസ് കയ്യിലുള്ള ആൾക്കാരെയാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 80% ഷെയർസ് ആണ് അക്വയർ ചെയ്തെങ്കിൽ 80% ഷെയർസ് കയ്യിലുള്ളവരെ പാരന്റ് കമ്പനിന്നും ബാക്കി 20% കയ്യിലുള്ളവരെ മൈനോറിറ്റി എന്നും പറയും. അപ്പൊ ആ മൈനോറിറ്റിയുടെ പ്രീ അക്വിസിഷന്റെ പ്രോഫിറ്റിന്റെ ആ പോർഷൻ നമ്മൾ എന്ത് പേരിൽ റെക്കോർഡ് ചെയ്യുക? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്നുള്ള പേരിലാണ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടേം ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി, അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വിസിഷൻ നടത്തിയതിനു ശേഷം ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെ, അല്ലെങ്കിൽ അതിന് ശേഷം ഉള്ള പ്രോഫിറ്റിനെയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിന് റവന്യൂ പ്രോഫിറ്റ് എന്നും പറയും. ഈ റവന്യൂ പ്രോഫിറ്റും നമ്മൾ പ്രീ അക്വിസിഷൻ കണ്ട പോലെ തന്നെ രണ്ട് കമ്പനിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ലോസ് ആണെങ്കിൽ ലോസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി ലോസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കമ്പനി ഷെയർ ഹോൾഡിംഗ് കമ്പനിയുടെ ആണെങ്കിൽ അത് റീറ്റെയിൻഡ് ഏർണിങ്സ് നിന്ന് കുറയ്ക്കണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, അതായത് മൈനോറിറ്റിയുടെ ആണെങ്കിൽ മൈനോറിറ്റിയുടെ ആ ലോസിന്റെ എമൗണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നിന്ന് കുറച്ച് കാണിക്കണം. അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യും. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനീനെ പാരന്റ് കമ്പനി അക്വിസിഷൻ നടത്തി. അപ്പൊ പാരന്റ് കമ്പനി ഏറ്റെടുത്തു, അല്ലെങ്കിൽ പാരന്റ് കമ്പനി അവരെ വാങ്ങിയപ്പോൾ 80% വാങ്ങിയത്. അപ്പൊ ബാക്കി 20% എന്ത് പറയും? മൈനോറിറ്റി എന്ന് പറയും. ആ മൈനോറിറ്റീനെ പറയുന്ന വേറൊരു പേരാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന്. ഓക്കെ, ഇനി അത് കണക്കാക്കാനായിട്ട് രണ്ട് മെത്തേഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് കുറച്ചും കൂടെ പ്രിലവൻ്റ് ആയിട്ടുള്ളത്. രണ്ട് മെത്തേഡ്സ് നമുക്ക് നാളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ രണ്ട് മെത്തേഡും നിങ്ങൾ നാളെ വരുമ്പോൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 20% ഷെയർസ് ആരുടെയാണ്? മൈനോറിറ്റിയുടെയാണ്. ആ ഷെയറിന്റെ വാല്യൂവിന്റെ കൂടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള സബ്സിഡറിയുടെ ഷെയറും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള സബ്സിഡറിയുടെ ഷെയറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ലോസ് ആണെങ്കിൽ ലോസ് നമ്മൾ ഡിഡക്ട് ചെയ്യണം കേട്ടോ. ഇനി മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത് ഇതാണ്. ഷെയർ ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി കമ്പനി. അതുപോലെ തന്നെ നെറ്റ് അസറ്റ്സ് അക്വേർഡ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ഓർ ടോട്ടൽ അസറ്റ്സ് അക്വേർഡ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ്. ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഏത് ഫോർമുല വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഫോർമുലയാണ്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി എന്ത് ഐറ്റം ആണെന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിസ്ക്ലോഷർ ഓഫ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിനെ കണക്കാക്കുന്നതെന്നാണ്. അത് നമ്മൾ ഇക്വിറ്റി ഓഫ് പാരന്റ് കമ്പനിയുടെ ഇക്വിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ഇത് നോൺ കറന്റ് ലൈബിലിറ്റീസിലാണ് അത് കാണിക്കുന്നുണ്ടാവുക. ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനീനെ വാങ്ങുന്ന സമയത്ത് ആ ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രൈസ് കൊടുക്കും. ആ പ്രൈസ് കൊടുക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗം തന്നെയാണ് എന്ത്? കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിക്ക് 5 ലക്ഷം രൂപയാണ് വില.
5 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ 6 ലക്ഷത്തിന് വാങ്ങുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷമാണ് എന്ത് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതേസമയം 5 ലക്ഷത്തിന്റെ ഷെയർ നമ്മൾ 4 ലക്ഷത്തിനാണ് വാങ്ങുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ് എന്ന്. ഓക്കെ, ഇനി ഈ ഗുഡ് വില്ലിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിക്കും. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ, നേരത്തെ പറഞ്ഞ അതേ കേസിൽ ഇപ്പോൾ സബ്സിഡറിനെ നമ്മൾ വാങ്ങുമ്പോൾ 5 ലക്ഷം രൂപയുടെ ഷെയറിന് നമ്മൾ 4 ലക്ഷത്തിന് വാങ്ങുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് നെഗറ്റീവ് ഗുഡ് വിൽ എന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന്. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന്. ലോസ് ആണെങ്കിൽ പറയുന്നതാണ് നെഗറ്റീവ് ഗുഡ് വിൽ, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. 3 പേരുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു സബ്സിഡറിനെ ഹോൾഡിംഗ് കമ്പനി വാങ്ങുമ്പോൾ കൂടുതൽ വിലയിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 5 ലക്ഷത്തിന് വാങ്ങി, അതാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. 5 ലക്ഷത്തിന് ഷെയർ നമ്മൾ 4 ലക്ഷത്തിനാണ് വാങ്ങുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ.